2024 ഒക്ടോബർ 26 തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. 5 ഭാഷകൾക്കു കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മറാത്തി, ബംഗാളി, അസമീസ്, പാലി, പ്രാകൃത് ഭാഷകൾക്കാണ് അംഗീകാരം ലഭിക്കുക. ഇതിനായി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിലെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി. ഭാഷകളുടെ രേഖപ്പെടുത്തിയ ചരിത്രത്തിന് 1500-2000 വർഷത്തെങ്കിലും പഴക്കമുണ്ടാകണം, ഭാഷകൾക്ക് പ്രാചീന രചനാരീതി ഉണ്ടാവണം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് ഒഴിവാക്കിയത്. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6-ൽ നിന്ന് 11 ഉയർന്നു. 2004-ൽ തമിഴിനാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഇതിനുശേഷം സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. 2013 മെയ് 23-നാണ് മലയാളത്തിന് പദവി ലഭിച്ചത്. ഇതിനു മുൻപ് സാഹിത്യ അക്കാദമിയുടെ ഉപസമിതി 2000 വർഷത്തെ പഴക്കമില്ലെന്ന് കാണിച്ച് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നിരസിച്ചിരുന്നു. പിന്നീട് കേരളം കാലപ്പഴക്കം തെളിയിക്കുകയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹേന്തി ഒക്ടോബർ 4-ന് ഉദ്ഘാടനം ചെയ്തു. 4300 മീറ്റർ ഉയരത്തിലാണ് ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെയും മറ്റ് വ്യവസായ പങ്കാളികളുടെയും പിന്തുണയോടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ദൂരദർശിനി നിർമ്മിച്ചത്. ഉയർന്ന ഊർജമുള്ള ഗാമ കിരണങ്ങളെ പറ്റി പഠിക്കുകയാണ് പ്രധാന ലക്ഷ്യം. റഷ്യൻ ശാസ്ത്രജ്ഞൻ ചെറെൻകോവിന്റെ സ്മരണയ്ക്കാണ് നിരീക്ഷണ കേന്ദ്രം സമർപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായി 10ാം തവണയും മാറ്റമില്ലാതെ RBI റിപ്പോ നിരക്ക് 6.50% റിപ്പോ നിരക്ക്. 48ാമത് വയലാർ അവാർഡ് അശോകൻ ചരുവിലിന്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ടെന്നീസിലെ സ്പാനിഷ് താരം റാഫേൽ നഡാലും ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കറും വിരമിക്കൽ പ്രഖ്യാപിച്ചു.